വാഹനങ്ങളുടെ മോഡിഫിക്കേഷനാണ്. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലത്ത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ വലിയ രീതിയിൽ ഏറ്റുപറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു മോഡിഫിക്കേഷൻ. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്തിരുന്നു. പിള്ളേരല്ലേ അത് ചെയ്തോട്ടെ എന്ന രീതിയിൽ, അപകടകരമായ രീതിയിലല്ല, അല്ലാതുള്ള മോഡിഫിക്കേഷൻ ഞങ്ങൾ തയ്യാറാകും, അതിന് അധികാരത്തിൽ വന്നതാണ്. പിന്നീട് യു.ഡി.എഫ് സർക്കാർ അധികാരത്തിൽ വരുന്നു. അതിനുശേഷം ഗതാഗത കമ്മീഷണർ തന്നെ 18 രീതിയിലുള്ള മോഡിഫിക്കേഷനുകൾക്ക് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറുകയും ചെയ്തിരുന്നു. അന്നേ വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഇത്തരത്തിൽ മോഡിഫിക്കേഷനുള്ള അനുമതി സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ കഴിയുമോ, ഇത് കേന്ദ്രത്തിൻ്റെ അല്ലേ എന്നുള്ള. ആ സമയത്തിൻ്റെ ജൻസി അടക്കം ഈ മോഡിഫിക്കേഷൻ വി.ഡി. സതീശൻ സർക്കാർ തരുന്നത് വലിയ രീതിയിലുള്ള അനുഗ്രഹമാണെന്ന രീതിയിൽ ചർച്ചകളും ഉയർന്നിരുന്നു. ഇപ്പോൾ ഇതാ കേന്ദ്രം തന്നെ അതിൻ്റെ അകത്ത് വ്യക്തമാക്കിയിരിക്കുകയാണ്, മോഡിഫിക്കേഷൻ കേന്ദ്രത്തിൻ്റെയാണ്. അതിൻ്റെ അകത്ത് സംസ്ഥാന സർക്കാരുകൾക്ക് ഇത്തരത്തിലുള്ള നിയമമോ അല്ലെങ്കിൽ എന്തെങ്കിലും നിബന്ധനകളോ നടപ്പാക്കാൻ കഴിയുന്നില്ല. വാഹനങ്ങളുടെ വേഗതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ അകത്ത് കേന്ദ്രമാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മോഡിഫിക്കേഷൻ നടപ്പിലാക്കാൻ പറ്റില്ല എന്നാണ്. അതേസമയം ഇതിൽ ഗതാഗത മന്ത്രി സി.പി. ജോണിൻ്റെ പ്രതികരണം കൂടിയിട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന മുമ്പ് ഗതാഗത കമ്മീഷണർ സമർപ്പിച്ച ഈ 18 നിർദ്ദേശങ്ങളിൽ അതിൽ സാധ്യമായവ, നിയമത്തിന് പരിക്ക് പറ്റാത്തവ തങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ വിഷയത്തിലേക്കാണ് പ്രമോദ് സാറ്, അന്ന് വി.ഡി. സതീശൻ പറഞ്ഞിരുന്നത് വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയ എല്ലാവരും ഏറ്റെടുത്തിരുന്നത്. അദ്ദേഹത്തിന് ഈ പൂക്കി എന്ന വിളിപ്പേരൊക്കെ എപ്പോഴാണ് വീഴുന്നത്. ഇപ്പോൾ അദ്ദേഹം ജൻസിയെ പറ്റിച്ചൊന്ന് ഒരിടയ്ക്ക് ചോദ്യം ഉയർന്നു. ഇപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രിയുടെ ഈ മറുപടി കൂടി വന്നപ്പോൾ ഇതിലൊന്നും നടപ്പിലാകില്ലേ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. അല്ല, മന്ത്രിസഭ അധികാരമേറ്റ ശേഷവും ചില തീരുമാനങ്ങളാണല്ലോ എടുത്തത്. അത് ആകാവുന്നത്ര ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത്. അതിനുശേഷം ഈ 18 കഴിഞ്ഞ ജൂണിലാണ് അത് വന്നത്. അത് പിന്നെ നടപ്പാക്കും എന്നുള്ള സംഗതിയും വന്നു. അതിനകത്ത് വ്യക്തമാണ് അത്രയ്ക്ക് സംസ്ഥാന സർക്കാരിന് സാധ്യമായത് ചെയ്യാനുള്ളൂ, വേറൊന്നും അതിനപ്പുറം ചെയ്യാനില്ല. അതൊക്കെ നമുക്ക് അല്ലാതെയും ചെയ്യാൻ കഴിയും. പിന്നെ ചിലപ്പോൾ MVD ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അവരുടെ അനുമതിയോടുകൂടിയും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അത്രമാത്രമേ അതിനകത്ത് പറയുന്നുള്ളൂ. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ MVD ഒരു സർവേ നടത്തുകയാണ്. അതായത് ഇതിനെക്കുറിച്ച് ആളുകൾക്കിടയിലുള്ള ഒരു സർവേ, ആളുകളുടെ ഒരു അഭിപ്രായം എന്താണ്, ഇതിങ്ങനെ മാറ്റേണ്ടതുണ്ടോ, അതുപോലെ തന്നെ എന്തൊക്കെ മാനദണ്ഡം ഉണ്ടാക്കാം, അതിന് എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷന് വേണ്ടി എന്തെങ്കിലും മാനദണ്ഡങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സർവേ നടത്തുകയാണ്. ഈ സർവേ നടത്തുന്ന കാര്യം രാജ്യസഭയിൽ ശിവദാസൻ ഉന്നയിച്ചു, MP ഉന്നയിച്ചപ്പോഴാണ് നിതിൻ ഗഡ്കരി പറഞ്ഞത് അങ്ങനെ ഒരു സർവേയും നടത്താൻ പറ്റില്ല, അങ്ങനെ ഒരു മാനദണ്ഡം ഉണ്ടാക്കാനും സർക്കാരിന് കഴിയില്ല. സോ ടോട്ടലി ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും തന്നെ ചെയ്യാനില്ല എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ 18 മോഡിഫിക്കേഷൻ സാധനത്തിന് അനുവദിക്കപ്പെട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാമെന്നുള്ളത് മാത്രം. ഇത് സതീശൻ ഇപ്പോൾ എന്താ പറയുക, ആ സമയത്ത് മുഖ്യമന്ത്രി ആയിട്ടില്ല, ഇതിൽ നിൽക്കുകയാണ്. അല്ല, മുഖ്യമന്ത്രി ആയതിനു ശേഷമാണോ ചോദ്യം വന്നത്? അതിന് മുമ്പാണ് വന്നത്. മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞു, അതിന് ശേഷമാണ് ഈ ചോദ്യം ശരിയാക്കുന്നത്. അതെ. അപ്പോൾ ഓക്കെ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ആ സമയത്ത് അവരുടെ ആഗ്രഹം തള്ളിക്കളയാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു, അതുകൊണ്ട് ചെയ്തതാണ്. അത് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട ഒരു ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്, അതിന് യാതൊരു സംശയമില്ല. അത് അഗ്രി ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അവർക്കൊരു ഓഫർ കൊടുക്കുന്നതിന് മുമ്പ് അത് ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ പറയുന്നത് ഇതിനകത്ത് ബേസിക്കലി ഈ നമ്മുടെ വാഹന ഗതാഗതവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ ഇതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം ഇതിനകത്ത് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശരിയാണ്, പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അത് അവരുടെ ഒരു കുറച്ചുകൂടി ഉത്സാഹം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും, ഒക്കെ ശരിയാണ്. പക്ഷേ എന്തോരം തരം പ്രശ്നങ്ങളാണ് റോഡിൽ നമുക്ക് അല്ലാതെ നേരിടേണ്ടി വരുന്നത്. അതിനൊന്നും യാതൊരു തരത്തിലുള്ള ആലോചനയും ഒരു സർവേയും കാര്യങ്ങളും ഒന്നും ഇവർ നടത്തുന്നതായിട്ടൊന്നും കാണുന്നില്ല. ഒറ്റ കാര്യം ഞാൻ പറയാം, ബേസിക്കലി നമുക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആളുകൾ ഒന്ന് ഈ ഈ ഹൈ ബീം ഒന്ന് ഓഫാക്കാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ, രാത്രിയിൽ ഇറങ്ങിക്കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അത് മാത്രമല്ല, അതിൽ എത്ര കണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയില്ല. ഇപ്പോൾ ഈ LED ലൈറ്റുകൾ ഏതൊക്കെയോ തരത്തിലുള്ള സംഗതികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വാഹനം ഏതായാലും LED ലൈറ്റുകൾ ഇങ്ങനെ കത്തി നമ്മുടെ മനുഷ്യൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആളുടെ കണ്ണിൽ തറയ്ക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ അല്ലാതെ തന്നെ പോകുന്നുണ്ട്. അതിനെന്താണ് ചട്ടം, എന്താണ് നിയമം, എന്താണ് എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒരു വ്യക്തതയുമില്ല. ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഓൾറെഡി നടക്കുന്നുണ്ട്. അതാണ് ആദ്യം ഒന്ന് പരിശോധിക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോൾ അപകടങ്ങൾ സംഭവിക്കുന്ന സമയത്തൊക്കെ പലരും അത് പറയും. ഇപ്പോൾ ഈയിടെ തന്നെയാണെന്ന് തോന്നുന്നു ഒരു ഡിമ്മിയാത്തതിൻ്റെ പേരിൽ ഒരു വലിയ അപകടം ഉണ്ടായിരുന്നു.
അപ്പോൾ പിന്നെ ഉടനെ മനോരമയിലും മുഖപ്രസംഗം വരും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആളുകൾ കിടന്ന് പിന്നെ ബഹളം ഉണ്ടാക്കും. ഇത്ര അല്ലാണ്ട് അത് പിന്നെ ആത്യന്തികമായിട്ട് ആ ഒരു വിഷയത്തിലേക്ക് അതിലൊരു ശ്രദ്ധ കൊടുക്കുകയാണ് ഒന്നാമത്തത്. അത് രണ്ടാമത്തത് പിന്നെ ട്രാഫിക് പിന്നെ റൂൾസാണ് അല്ലേ. അത് നമ്മൾ പിന്നെ എങ്ങനെയാണ്, എനിക്ക് ഈ കോഴിക്കോട്, ഞാൻ കോഴിക്കോടുകാരെ പറയല്ല, ഒരു രക്ഷയില്ല കേട്ടോ. ഒന്നും വണ്ടി ഓടിക്കാനൊന്നും ഇവിടുന്ന് പറ്റില്ല. ഇത് ആളുകൾക്ക് അവരുടെ ഒരു ഇഷ്ടപ്രകാരം അങ്ങ് എന്തും ചെയ്യാനുള്ളൊരു സംഗതിയായിട്ടാണ് റോഡിനെ കാണുന്നത്. അപ്പം ഞാനത് അത്തരം വിഷയങ്ങളിൽ ഒരു സിവിക് ഒരു 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 സംഗതി കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു അച്ചടക്കം, അതിനകത്തൊരു പരസ്പര ബഹുമാനം, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലൊക്കെ ഒരു സംഗതി കൊണ്ടുവരാനാണ് ഇവർ കൂടുതൽ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഇതിപ്പോൾ എന്താ പറയുക, ഭയങ്കര പിന്നെ മോഡിഫിക്കേഷനൊക്കെ നടത്തി അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ആ ലെവലിലേക്കല്ല പോകേണ്ടത്. അങ്ങനെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അത് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ, ഈ ജൻസിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടം ഉണ്ടാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ നിരുത്സാഹപ്പെടുത്തുകയൊന്നും വേണ്ട, അവരെ കുറച്ചുകൂടി ഇതിൻ്റെ എന്താ പറയുക, ഇതിലൊരു ബാലൻസ്ഡ് അപ്രോച്ച് ഉണ്ടാക്കാൻ അവരെ സഹായിക്കുകയാണ് വേണ്ടതെന്നാണ് ഒരു ഉത്തരവാദപ്പെട്ട സർക്കാർ എന്ന നിലയിൽ വി ഡി സതീശൻ സർക്കാർ ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്, അജിംസ്, ഈ സതീശൻ്റെ ആ പ്രസ്താവന വരുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിരുന്നു. ആ സമയത്ത് അത്തരം ഒരു ഓഡിയൻസിൻ്റെ പൾസറിന് ഒരു കാര്യം കൊടുക്കുകയും അതിനുശേഷം മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലാണ് ഈ പൂക്കി സ്റ്റൈലുള്ള ചിരിയും വരുന്നത്. ഇപ്പോൾ അതിൽ കേന്ദ്രം കൂടിയിട്ട് വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ശരിക്കും കയ്യടിക്ക് വേണ്ടിയിട്ടൊരു കാര്യം പറയുകയും പിന്നീട് അതിൽ നടക്കില്ല എന്ന് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയക്കാരാണ്, അവർക്കറിയാം ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ള ചട്ടങ്ങളും വകുപ്പുകളും അറിയാവുന്നത് കൂടിയിട്ടായിരിക്കുമല്ലോ. ഇപ്പോൾ അത് നടക്കില്ല എന്നൊരു വ്യക്തത കൂടിയിട്ട് വന്നിരിക്കുകയല്ലേ. അത് വി ഡി സതീശനെ പറഞ്ഞ സമയത്ത് തന്നെ ആളുകൾ ചൂണ്ടിക്കാട്ടിയതാണ്. സംസ്ഥാനത്ത് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യത്തിലാണ് വി ഡി സതീശൻ അന്ന് ഈ വാഗ്ദാനം കൊടുത്തത് തെരഞ്ഞെടുപ്പിന് മുമ്പ്. ആ വാഗ്ദാനം കൊടുത്ത് തീർച്ചയായിട്ടും ജൻസി വോട്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ്. കാരണം ജൻസിയിൽ അന്നത്തെ സർക്കാരിനെതിരായിട്ടുള്ള പല വിധത്തിലുള്ള അസംതൃപ്തികളുണ്ട്. ഇപ്പോൾ ജൻസി വോട്ട് വളരെ പ്രധാനമാണ്, കേരളത്തിലും ജൻസി വോട്ട് വളരെ പ്രധാനമാണ്. അപ്പോൾ ആ വോട്ട് കിട്ടണം, അതിനുവേണ്ടി തന്നെ പറഞ്ഞതാണ്. അത് പറയുന്ന സമയത്തും വി ഡി സതീശൻ അറിയാതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം അറിയാം. അല്ലാതെ അതേക്കുറിച്ച് അറിയാത്ത ഒരാളാണോ 4 നൂറ്റാണ്ട് കാലം എം എൽ എ ആയിട്ടിരുന്ന വി ഡി സതീശൻ? ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അദ്ദേഹത്തിന് അറിയാം. അതേക്കുറിച്ച് നല്ല ജ്ഞാനമുണ്ട്. അദ്ദേഹം അഭിഭാഷകം കൂടിയാണല്ലോ, അദ്ദേഹത്തിന് അറിയാം, ആ ലോയൊക്കെ നന്നായിട്ട് അറിയാം. അത് വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദ്യം വന്നപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം എന്ന് പറയുന്നു, അതിനെ ഡൈല്യൂട്ട് ചെയ്യുന്നു. ഇനിയിപ്പോൾ അത് നടക്കാനൊന്നും പോകുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ മോഡിഫിക്കേഷൻ, അത് ജെൻസി പറഞ്ഞാലും ഇനിയിപ്പോൾ ജെൻ എക്സ് പറഞ്ഞാലും അനാവശ്യമായൊരു കാര്യമാണ്. അതുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഇപ്പോൾ നമ്മൾ മോഡിഫിക്കേഷൻ വളരെ ചെറിയ കാര്യങ്ങളല്ലേ, ഒരു ലൈറ്റ് വെച്ചപ്പോൾ എന്താ കുഴപ്പം? നമ്മൾ രാത്രി യാത്ര ചെയ്യുമ്പോൾ എതിരെ വരുന്ന ട്രക്കുകളിൽ എത്ര ലൈറ്റ് ഉണ്ടെന്ന് അറിയാം. നാഷണൽ പെർമിറ്റ് ലോറികളിൽ അവർ വെച്ചിട്ടുള്ള ലൈറ്റ് എത്രയാണ്? 10-12 ലൈറ്റൊക്കെയാണ്. ഒരു സീരിയസ്ലി അപകടത്തിൽ നമ്മൾ രക്ഷപ്പെടുന്ന നമ്മുടെ ഭാഗ്യം കൊണ്ടാണ്. അത്രയധികം ലേറ്റാണ് ഈ ട്രക്കുകൾ വെച്ചിട്ടുള്ളത്. ഈ അടുത്തെത്തുന്നവരെ നമുക്ക് മനസ്സിലാവില്ല എന്ത് വണ്ടിയാണിത്, ഇതെന്ത് വണ്ടിയാണോ വരുന്നത്, അതിൻ്റെ വേഗത എത്രയാണ്, നമുക്ക് ഒട്ടും അസസ് ചെയ്യാൻ കഴിയില്ല. റോഡിൽ ഈ വരുന്ന വണ്ടി എന്നാണ്, അതിൻ്റെ വേഗത എത്രയാണ്, അത്രമാത്രം വെളിച്ചാണ്. അപ്പോൾ ഈ ട്രക്കുകളിൽ ഇത് വയ്ക്കുന്ന മോഡിഫിക്കേഷനാണ്. അത് മോഡിഫിക്കേഷൻ തന്നെയാണ്. അവർക്ക് വലിയ വട്ടം വേണം. അതുപോലെ ടൂറിസ്റ്റ് ബസ്സുകളിൽ വീണ്ടും വന്നു തുടങ്ങി. മുമ്പൊരു അപകടം ഉണ്ടായ സമയത്ത് ടൂറിസ്റ്റ് ബസ്സുകളിൽ വൈറ്റ് പെയിന്റ് അടിക്കുകയും അതിൽ DJ അത്ര സാധനങ്ങൾ കളയുകയും. ഇപ്പം നോക്ക്, ഇപ്പം പുറത്ത് സ്പീക്കറൊക്കെയാണ്. ടൂറിസ്റ്റ് ബസ്സുകളുടെ പുറത്ത് സ്പീക്കറാണ്. ഇതിലുള്ള അലങ്കാരങ്ങൾ, പള്ളിപ്പെരുന്നാളിന് മാലയിട്ടതുപോലുള്ള വൈദ്യുത അലങ്കാരങ്ങൾ നമ്മൾ വിചാരിക്കുന്ന നല്ലതല്ലേ, രസമല്ലേ? അത് റോഡിൽ ഹൈവേയിലാണ് അതിൻ്റെ പ്രശ്നം മനസ്സിലാവുക. എതിരെ ഈ വണ്ടി വന്നു കഴിയുമ്പോൾ രാത്രി ഡ്രൈവ് ചെയ്യുന്നവർക്ക് സ്ഥലജല വിഭ്രാന്തി ഉണ്ടാവുകയാണ്. ഇത് എന്താണ് വരുന്നതെന്ന് അറിയില്ല. ഈ വണ്ടിയുടെ പൊസിഷൻ നമുക്ക് മനസ്സിലാവില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കുറ്റിപ്പുറത്ത് തൃശ്ശൂർക്കുള്ള റോട്ടിൽ എതിരെ നമുക്ക് ടൂറിസ്റ്റ് ബസ് വരികയാണ് ഇങ്ങനെ വൈദ്യുത അലങ്കാരങ്ങളായിട്ട്. നമുക്കറിയാം ആ റോഡിൻ്റെ വീതി ഹൈവേ പോലെയല്ല. ഈ വണ്ടി വന്നു കഴിയുമ്പോൾ ഈ വണ്ടിയുടെ പൊസിഷൻ ഏതാണ്, എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതിൻ്റെ വേഗത നമുക്ക് മനസ്സിലാവില്ല. ഇത് നമ്മളൊന്ന് ഇടിക്കുമെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഇത് രാത്രി ഡ്രൈവ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് മനസ്സിലാവും ഈ കാര്യങ്ങൾ. സാറ് പോയിട്ടുണ്ടാവും. ഈ വലിയ പ്രശ്നമാണത്. അപകടത്തിൽ നമ്മൾ വലിയ എന്താണ് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെടുന്നത്. അപ്പം മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഒരു വണ്ടി, ഒരു വാഹനം, അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഉണ്ടാകുന്നത് എന്താണ്, അതിൻ്റെ പല ആസ്പെക്റ്റ് നോക്കിയിട്ടാണല്ലോ. അതിൻ്റെ സേഫ്റ്റി, സെക്യൂരിറ്റി, എതിരെ വരുന്ന വാഹനങ്ങൾ. ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞ ഹാലോജൻ ബൾബുകളുണ്ട്, ഹാലോജൻ ഹെഡ് ലാമ്പുകൾ. ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ ഹൈ എൻഡ് വണ്ടികൾക്കൊക്കെ ആ സൈസ് ലാമ്പുകളുണ്ട് എതിരെ വരുന്ന വണ്ടികൾക്ക്. നമ്മളെപ്പോലുള്ള കുറച്ച് മാന്യന്മാർ മാത്രമാണ് ആ ലാമ്പ് മാറ്റാത്തുള്ളൂ. ബാക്കി എല്ലാവരും ആ ഹെഡ് ലാമ്പ് മാറ്റുകയാണ്. അത് നിയമം അനുവദിക്കുന്നതാണോ? യഥാർത്ഥത്തിലല്ല. നമ്മളീ കാണുന്ന LED എന്താണ് പറയുക, ഹാലോജൻ ലാമ്പുകൾ, അത് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശം വരുന്ന ഹെഡ് ലാമ്പുകൾ നിയമം അനുവദിക്കുന്നതല്ല. പക്ഷെ എല്ലാ വണ്ടികൾക്കും ഉണ്ട്. എവിടെയാണ് എൻഫോഴ്സ്മെൻറ്റ്? MVD സർവേ നടത്തുന്ന നേരം റോഡിൽ ഇറങ്ങിയിട്ട് രാത്രി റോഡിൽ നിൽക്കുക MVD ഉദ്യോഗസ്ഥർ, ഈ വരുന്ന വണ്ടികളൊക്കെ നോക്കുക, ഇതൊക്കെ അനുവദനീയമാണോ,
നിയമപ്രകാരമാണെന്ന് ചോദിച്ചാൽ കഴിപ്പിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. മോഡിഫിക്കേഷന് എതിർ നിൽക്കുന്നു എന്ന് കരുതി ഞാൻ ഒരു അമ്മാവനാണെന്ന് സ്ഥാപിക്കുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല. റോഡിൽ സേഫ്റ്റിയാണ് പ്രധാനം, മോഡിഫിക്കേഷൻ അല്ല. യെസ്, അതെ, റോഡിൽ സേഫ്റ്റിയാണ് പ്രധാനം, ഇതണക്കുള്ള മോഡിഫിക്കേഷനുകളല്ല. അതേസമയം തന്നെ സതീശൻ വോട്ട് നേടാൻ വേണ്ടി മാത്രം പറഞ്ഞ കാര്യം അതെന്താണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് വ്യക്തമായിരിക്കുകയാണ് ഈ കേന്ദ്രത്തിൻ്റെ മറുപടിയോടെ.